രാജീവ്. ഹലോ. വന്നിട്ട് കുറെ സമയമായോ? ഇല്ല, ഒരു അരമണിക്കൂറായി. ഒറ്റയ്ക്കല്ല, കുഞ്ഞും തള്ള എല്ലാരും ഉണ്ട്. ഡിസ്ചാർജ് ചെയ്തോ? കൊച്ചിന്റെ തന്ത ഇത് എവിടെയായിരുന്നു? ഞാൻ അതൊക്കെ വാങ്ങാന്ന് കരുതി പോയതാ. ഇതൊക്കെ എന്തിനാ ഇപ്പൊ? ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കണ്ണ് തുറന്നതേ ഉള്ളൂ. അതിനു മുമ്പ് വാങ്ങിക്കൊണ്ടുവന്നിരിക്കുന്ന സാധനങ്ങളെ ഉണ്ടോ? ഇതൊക്കെ എടുത്ത് അകത്ത് വെക്കൂ. ശോഭ, കം. ഹോസ്പിറ്റലിലെ ബില്ലൊക്കെ സെറ്റിൽ ചെയ്തില്ലേ? അതൊക്കെ ഞാൻ എത്തുന്നതിന് മുമ്പ് ഇദ്ദേഹം സെറ്റിൽ ചെയ്ത് കഴിഞ്ഞു. പ്രസവത്തിന്റെ ചെലവ് സ്ത്രീയുടെ വീട്ടുകാരുടെ കടമയാ. അത് ഞങ്ങൾ ചെയ്തു. നിങ്ങൾ വന്നിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യായിരുന്നു. ആനിയെ കുറച്ചു ദിവസം കൂടി താമസിപ്പിക്കാമെന്ന് വിചാരിച്ചത് നിങ്ങളുടെ പണം കണ്ടോണ്ടല്ല, മനുഷ്യത്വത്തിന്റെ പേരില്ല. പിന്നെ എൻ്റെ കുട്ടിയല്ലെങ്കിലും എൻ്റെ ആനി പ്രസവിച്ച കുട്ടിയല്ലേ. ആ ഒരു സ്നേഹവും ബന്ധവും ആ കുഞ്ഞിനോട് എനിക്കുണ്ട്. കണക്ക് പറഞ്ഞാൽ നശിപ്പിക്കരുത്. ആനിയോട് ഞാനൊന്ന് യാത്ര പറയട്ടെ. എന്താ ഒരു ആലോചന? അയാൾ എന്നെ ഇൻസൾട്ട് ചെയ്തു. എന്റെ മകനോട് അയാൾക്ക് സ്നേഹവും ബന്ധവും ഉണ്ടത്രേ. എന്ത് ബന്ധം? എന്റെ മകൻ അയാളുടെ സ്നേഹവും വേണ്ട, ബന്ധവും വേണ്ട. അവൻ എന്റെ മാത്രമാണ്. ഞാൻ അവനൊരു അടി കൊടുക്കട്ടെ? ചുമ്മാ നിൽക്കേ, ഒന്നും വേണ്ട. എന്താ സൂക്ഷിച്ചു നോക്കുന്നത്? ഇവൻ ആരുടെ ഛായയാണെന്ന് നോക്കായിരുന്നു. എന്തായാലും ദാസിന്റെ ചായ കാണില്ല. അതെനിക്കറിയാം. എന്റെ ഛായ എന്റെ കുഞ്ഞിനല്ലേ ഉണ്ടാവൂ. ഇവൻ എന്റെ ചായയാണ് അല്ലേ അമ്മച്ചി? വളർന്നു വരുമ്പോഴറിയാം ആരെ പോലെ ഇരിക്കുന്നെന്ന്. ചന്ദ്ര, നമുക്ക് പോവാം. അമ്മ പോട്ടെ മോളെ. പോട്ടെ അനി. ശരി. എന്താ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ ആലോചിക്കായിരുന്നു, അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് നീ പുറപ്പെട്ടു പോരുമ്പോ ആരെയൊക്കെയാ നീ ശപിച്ചത്? രാജീവിനെ, നിന്റെ വയറ്റിൽ വളർന്നിരുന്ന ഇവനെ, വിധിയെ. തേങ്ങലടക്കാൻ കഴിയായിരുന്നതുകൊണ്ട് നിനക്ക് എന്നോട് യാത്ര പറയാൻ പോലും കഴിഞ്ഞില്ല. ഇന്ന് ഞാൻ യാത്ര ചോദിച്ചപ്പോ എത്ര ലാഘവത്തോടെയാണ് നീ. എനിക്ക് വിഷമമില്ലെന്നാണോ ദാസ് സൂചിപ്പിക്കുന്നത്? 2-3 മാസം കൂടി ഇവിടെ താമസിക്കാൻ ദാസനല്ലേ പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ? എന്താ ദാസ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ദാസന് ഇഷ്ടമല്ലാത്തത് എന്തെങ്കിലും ഞാൻ ഇന്ന് വരെ ചെയ്തിട്ടുണ്ടോ? ശരി, ഞാൻ കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് വരാം. 10 മാസം വളർച്ചയുള്ള ഒരു ട്യൂമറിനെ കുറിച്ച് നാം പറയാറില്ലേ, അത് മറക്കണ്ട. മുറിച്ചു മാറ്റിയാലും ഭേദമാകാത്ത ഡീപ്പ് റൂട്ടഡായ ക്യാൻസറസ് ട്യൂമറായി അത് മാറരുത്.
ചന്ദ്ര ഇന്ന് ഉറക്കമില്ലേ? ഉറക്കം വരുന്നില്ല. മനസ്സിന് എന്തോ ഒരു അസ്വസ്ഥത. ആനയുടെ കത്തൊന്നും കാണാഞ്ഞിട്ടാ. 2 വരി കുറിച്ചിട്ടിട്ട് 1 മാസമായി. നമുക്ക് നാളെ ഒന്ന് പോകാം. ഞാൻ വരുന്നില്ല. ഞാൻ വരുന്ന അയാൾക്ക് ഇഷ്ടമല്ല. പിന്നെ ആനി പോലും എന്നെ അവഗണിക്കുന്നു എന്നൊരു തോന്നൽ. എന്താ ഇത്? കുറച്ചു നാൾ അകന്നു നിന്നപ്പോ വെറുതെ തോന്നുന്നതാ. തോന്നലാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഞാൻ. അമ്മേ, ഒരു സ്ത്രീക്ക് ഭർത്താവിനോടോ കുഞ്ഞിനോടോ ആരോടായിരിക്കും ഏറ്റവും കൂടുതൽ സ്നേഹം തോന്നുക? അത് രണ്ടാളോടും. അതൊരു കുഴയ്ക്കുന്ന ചോദ്യമാണല്ലേ. ഇതെന്താ ഇത്? ഇത് എന്തിനുള്ളതാ? ആഹാ, എന്തിനാണെന്ന് അറിയാഞ്ഞിട്ടാണോ കുട്ടിയുടെ പാല് മുഴുവനും കുടിച്ചത്? ഇവനുള്ളതാ? ഇവൻ പാലെ കുടിച്ചു തുടങ്ങിയോ? അത് എത്ര ദിവസമായി? അത് ശരി, ഞാൻ അറിഞ്ഞില്ല. ആനി എവിടെ? കുളി കഴിഞ്ഞ് ഡ്രസ് മാറ്റി. ഓ, ഒന്ന് തരുമോ? വാ. വാ, 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 വാ. ആ, നോ നോ നോ, Why? ഇത് കുട്ടിയുടെ അച്ഛൻ കുടിച്ചതാ. ഓ. കുട്ടിക്ക് വേറെ. ഏയ്. ഏയ്. ആ, ആ, ആ. ദേ ഇത് കണ്ടോ, അവൻ പാല് കുടിക്കുന്നേ. ഷോ, ആശ്വാസമായി. ആനിയെയും ചന്ദ്രദാസിനെയും ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഇനി നിങ്ങളെ വിഷമിപ്പിക്കില്ല. എന്റെ മോൻ പാലൊക്കെ കുടിച്ചു തുടങ്ങി. 2-3 മാസം ആവശ്യത്തിന് ബ്രസ്റ്റ് ഫീഡിങ് കിട്ടി. നന്ദിയുണ്ട് ആനി. ചന്ദ്രദാസിനെ വിവരം അറിയിച്ചോളൂ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ അവിടെ കൊണ്ട് ചെന്നാക്കാം. ചന്ദ്രദാസിന് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. എന്താ? ആ മാഗി, ആനിക്ക് വേണ്ടി നമ്മൾ വാങ്ങിച്ച ഒരു സാധനവും ഇവിടെ വെച്ചേക്കണ്ട. എല്ലാം പാക്ക് ചെയ്ത് കൊടുത്തയച്ചേക്കും. ആ പിന്നെ കാശിന്റെ കണക്ക് പറയുന്ന ഒരു ശുംഭൻ എന്ന് പറഞ്ഞാലും വേണ്ടില്ല. എത്ര ഞാൻ തരണം? 1 ലക്ഷം? 2 ലക്ഷം? അല്ലെങ്കിൽ ഞാനൊരു ബ്ലാങ്ക് ചെക്ക് എഴുതി ഒപ്പിട്ട് തന്നേക്കാം. ആനി ഇഷ്ടമുള്ളത് എഴുതിയെടുത്തോളൂ. എന്താ? എനിക്ക് വേണ്ട. ആ, അങ്ങനെ പറയരുത്. അത് സ്വീകരിക്കണം. എന്റെ മോനെ 10 മാസം ചുവന്ന് പ്രസവിച്ച് മുലപ്പാല് കൊടുത്ത് വളർത്തി ഇത്രയാക്കി എന്റെ കയ്യിൽ തരുമ്പോൾ ഞാനൊന്നും തന്നില്ലെന്ന് പറഞ്ഞാൽ അത് നന്ദികേടാവും. അല്ലേ മോനെ? വന്നേ, ആന്റി ഒരുങ്ങിക്കോട്ടെ. അരുത്, എന്റെ മോനെ തുടരുത്. ഇവന് ഞാൻ ആർക്കും വിട്ടുതരില്ല. എന്താ പറഞ്ഞ? തരില്ലെന്നോ? ഇതാ ഇപ്പൊ നല്ല തമാശ. ആനിയെ കുഞ്ഞിനെങ്കി തരൂ, എന്നിട്ട് പുറപ്പെടാൻ തയ്യാറായിക്കോളൂ. ഞാൻ തരില്ല. എന്റെ മോനായത്. ഞാൻ നൊന്ത് പെറ്റ എന്റെ പൊന്നുമോൻ. അത് ശരി, അപ്പൊ ഞാനാരാ? നിങ്ങൾക്ക് ഈ കരാറിനെ കുറിച്ച് ഓർമ്മയുണ്ടോ? നിങ്ങളുടെ ഗർഭപാത്രം 10 മാസത്തേക്ക് വാടകയ്ക്ക് എടുത്തു എന്നതൊഴിച്ചാൽ നിങ്ങൾക്ക് ഞാനും എന്റെ കുഞ്ഞുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ ചെയ്ത ജോലിക്ക് ഞാൻ പ്രതിഫലം തന്നു കഴിഞ്ഞു. അതിന് രേഖകളുണ്ട്, അതിന് സാക്ഷികളുണ്ട്. ഈ ലോകം മുഴുവൻ എനിക്കെതിരെ സാക്ഷി പറഞ്ഞാലും ഞാൻ ഇവനെ ഒരാൾക്കും വിട്ടുതരില്ല. ഇല്ല, എന്റെ മോനെ ഞാൻ ആർക്കും വിട്ടുതരില്ല. നിങ്ങൾ എന്താ കാണിക്കുന്നത്? വാതിൽ തുറക്കാൻ. ബഹളം ഉണ്ടാക്കരുത് സാർ. അത് ശരി, നിങ്ങളും ആ സ്ത്രീയുടെ ഭാഗത്താ? ഞാനിത് പ്രതീക്ഷിച്ചിരുന്നു. വാതിൽ തുറക്കാൻ പറ. എന്ത് തോന്നിയാ അവര് കാണിക്കുന്നത്? പ്ലീസ് സാർ. ഇങ്ങനെ ചീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഇതിത്ര പെട്ടെന്ന് പറയണ്ടായിരുന്നു. ചന്ദ്രദാസാനോട് മറ്റും പറഞ്ഞു. എനിക്ക് അതിന്റെ ആവശ്യം എന്താ? നിങ്ങൾ ഈ കരാറ് കണ്ടോ? എന്തൊക്കെയായാലും അവരൊരു അമ്മയാണ്. പെട്ടെന്ന് പൊട്ടിച്ചു മാറ്റാൻ പറ്റുന്നതല്ല ആ ബന്ധം. ഞാൻ സൗകര്യത്തിനൊന്നും സംസാരിച്ചു. നോക്കിയാ പോരാ. എന്റെ മകനെ എനിക്ക് കിട്ടണം. എന്റെ മകനെ എനിക്ക് കിട്ടണം. ഇവള് നമ്മളെ ചതിക്കോ? ചതിച്ചാൽ രാജീവിന്റെ തനി സ്വഭാവം അറിയുമെന്ന്
അവളോട് പറഞ്ഞേക്ക്. വഞ്ചന കാണിച്ചാൽ കൊന്നുകളയും ഞാൻ അവളെ.